Hello my dears, welcome back to statistics class. Today I am going to take the second part of consistent estimator. Today I am doing some problems related to the consistent estimator. First problem is that for the random sample x1, x2, etc. xn taken from Poisson population with the parameter lambda, show that nx bar divided by n plus 1 is a consistent estimator lambda. അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷനിലേക്ക് കിടക്കുക. സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി തന്നെ ഷെബീഷ്യസ് ഇനിക്വാളിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? പോയിസോൺ റാൻഡം വേരിയബിൾ ആണ് അല്ലേ. എക്സ് ഐ ഇസ് ടേക്കൺ ഫ്രം ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. ഇവിടെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. ഇതാണോ നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഷെബീഷ്യസ് ഇനിക്വാലിറ്റി ആദ്യം എഴുതുക. പ്രോബബിലിറ്റി ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ലെസ് ദാൻ കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മളുടെ കെ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടിക്ക് നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ എന്ന് കൊടുക്കും. ദെൻ അതിൽ നിന്ന് നമുക്ക് കെ എന്ന് പറയുന്ന എപ്സിലോൺ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടി ആണ്. അതിൽ നിന്ന് 1 ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ടി ഡിവൈഡ് ബൈ എപ്സിലോൺ സ്ക്വയർ എന്നാണ്. ഇത് നമ്മൾ ഈ ഒരു ഇനിക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ഡിവൈഡ് ബൈ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മളുടെ ഇവിടെ എന്താണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. ഒരു എക്സ് ബാർ എന്നുണ്ട്, എൻ എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ എക്സ് ബാർ എന്താണ് നോക്കുക? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്താണെന്ന് നോക്കുക. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡ് ബൈ n എന്നാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് ലാംഡയാണ്. ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തതാണ് കേട്ടോ. ഇനി അറിയാത്തവർ അവിടെ പോയി നോക്കുക. അതിന് മാതിരി വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ n ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ എക്സ് ബാർ ഡിവൈഡ് ബൈ n പ്ലസ് 1 ആണ്. ബൈ അപ്ലൈയിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വി ക്യാൻ ടേക്ക് ദ constant outside, so n by n plus 1 into expectation of x bar എന്നായിരിക്കും. expectation of x bar എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ലാംഡ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ അടുത്ത് നമ്മൾ നോക്കേണ്ടത് വേരിയൻസ് ഓഫ് ടി എന്നാണ്. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. എൻ ബൈ എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് പുറത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ദെൻ ഇൻറ്റു വേരിയൻസ്. അതായത് ഇവിടെ എഴുതിയാനുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ ബൈ എൻ പ്ലസ് 1 കോൺസ്റ്റൻറ്റിന് വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ആവും. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ബാർ ആയിരിക്കും. വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ എൻ ആണ് അല്ലേ. ലാംഡ ബൈ എൻ ആണ്. ഇതാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ വിട്ടുപോയത്, അതൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എൻ ബൈ എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ഇൻറ്റു ലാംഡ ബൈ എൻ കിട്ടും. ഇനി ഈ ഒരു ടേം ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഓക്കെ, അതന്നെ ഒരു പ്രാവശ്യം കൂടെ മിസ് എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. സാരമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ദാ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എൻ ലാംഡ എൻ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അല്ലേ, ഇതിൽ നിന്ന് നമുക്ക് ഡിനോമിനേറ്ററിൽ എൻ വരുന്ന രീതിയിൽ ഈ ടേമിൽ നിന്ന് എൻ ലാംഡ ബൈ എൻ പ്ലസ് 1 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ എൻ ഔട്ട് സൈഡിൽ എടുക്കുക. ഇതിൽ നിന്ന് എൻ ഔട്ട് സൈഡ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? 1 പ്ലസ് 1 ബൈ എൻ ആയിരിക്കും. എന്നിട്ട് ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം എവിടെയിലേക്കാണ് പോകുന്നുണ്ടാവുക? 1 ബൈ ഡിവൈഡഡ് ദിസ് വിൽ ടെൻസ് ടു എന്താണ്? ദിസ് വിൽ ടെൻസ് ടു 0. 1 ബൈ n ടെൻസ് ടു 0യിലേക്കാണ് പോകുന്നുണ്ടത് അല്ലേ. 1 ബൈ ഇൻഫിനിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി ടെൻസ് ടു 0. സോ 1 ബൈ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ലാംഡ ആണ്. ദാറ്റ് ടെൻസ് ടു ലാംഡ എന്ന് വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എവിടെയിലേക്ക് എത്തിയിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് കൺവേർജസ് ടു ലാംഡ എന്ന് എത്തിയിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഈക്വൽ ടു ലാംഡ എന്ന് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് വേരിയൻസ് ഓഫ് ടി അല്ലേ. വേരിയൻസ് ഓഫ് ടി എന്തായിട്ടുണ്ട് എന്ന്. വേരിയൻസ് ഓഫ് ടി നമ്മൾ നേരത്തെ പറഞ്ഞു. വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ n/n+1² λ/n ആണ്. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്നിനെയൊക്കെ ഔട്ട് സൈഡ് എടുത്തിട്ട് ഈ ഒരു ടേം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് നോക്കുക, 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇനിക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കും, ഷെബീഷ്യസ് ഇനിക്വാളിറ്റി കൊടുക്കും. അപ്പോൾ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, n(x)(n) / n+1 ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടിയും tends to that population parameter ആണോ നോക്കണം. then variance of tn tends to 0 ആണ് നോക്കണം as n tends to infinity. then next problem, for the random sample x1, x2, etc. xn taken from n mu sigma square, verify whether the sample variance is a consistent estimator of the population variance. അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, സാമ്പിൾ വേരിയൻസ് ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണോ, പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണോ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് വേണം, നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ടെൻസ് ടു സിഗ്മ സ്ക്വയർ ആണെന്ന് നോക്കണം. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ ടെൻസ് ടു 0 ആണെന്ന് നോക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നോക്കാം. സൊല്യൂഷനിലേക്ക് കിടക്കുക. ലെറ്റ് എസ് സ്ക്വയർ ഇസ് ദ സാമ്പിൾ വേരിയൻസ് ഓഫ് ദ റാൻഡം സാമ്പിൾസ് x1, x2, etc. xn ടേക്കൺ ഫ്രം n mu സിഗ്മ സ്ക്വയർ അല്ലേ. ദെൻ വി ഹാവ് n² / σ². അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചു n²/σ² ഏത് ഡിസ്ട്രിബ്യൂഷൻ ആവും മക്കളെ, chi² ഡിസ്ട്രിബ്യൂഷനാണ്. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇറ്റ് ഈസ് ഓൾറെഡി ഫൗണ്ട് ഇൻ പ്രോബ്ലം ഓഫ് ലാസ്റ്റ് സെക്ഷൻ. എക്സ്പെക്റ്റേഷൻ നമ്മൾ ലാസ്റ്റ് ഇതിൽ അൺബയാസ്നെസ് പഠിച്ചില്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് s² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടി, σ² ഇൻറ്റു n-1/n എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് s² എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നമ്മൾ n tends to infinity ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് s² എവിടേക്കാണ് പോകുന്നത്, σ²ലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് വേരിയൻസ് ഓഫ് s². എങ്ങനെയാണ് വേരിയൻസ് ഓഫ് s² കിട്ടുക എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് s² ആണ് ഇനി കാണേണ്ടത്. വേരിയൻസ് ഓഫ് s² ടെൻസ് ടു 0 ആണെന്ന് നോക്കണം. അതിന് നമുക്കറിയാം വേരിയൻസ് ഓഫ് s² എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് s² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് s² ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ വി നോ ദാറ്റ് ദ chi² റാൻഡം വേരിയബിൾ എക്സിസ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. വേരിയൻസ് ഓഫ് എക്സിൻ്റെ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അവിടുത്തെ വേരിയൻസ് ഓഫ് എക്സ് എന്താണ്, 2n ആണ്. അപ്പോൾ അതുകൊണ്ട് വേരിയൻസ് ഓഫ് n² / σ² എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × n-1 ആയിരിക്കും. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് n² / σ² ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് n² / σ² ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 2n-1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ദാറ്റ് ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് n² / σ² ഹോൾ സ്ക്വയർ മൈനസ് n-1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2n-1 എന്ന്. അത് ഇംപ്ലൈ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് n² / σ² ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2n-1 പ്ലസ് ഇതിനങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്ലസ് n-1 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് s² എന്ന് പറയുന്നത് എന്ത് കിട്ടും, സിംപ്ലിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ n² - 1 × σ⁴ / n² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് s² ഹോൾ സ്ക്വയർ കണ്ടെത്തി അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് s² എക്സ്പെക്റ്റേഷൻ സ്ക്വയർ അല്ല, ഫസ്റ്റ് ടേം ഇതാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. അത് കിട്ടിയതാണ് ഇത്. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, വേരിയൻസ് ഓഫ് s² is equal to n² - 1 / n² × σ⁴ n-1/n × σ² ഹോൾ സ്ക്വയർ. ഇത് ഇനി വേരിയൻസ് ഓഫ് s² എന്ന് പറയുന്നത് ഇനി ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് σ⁴ σ⁴ എന്ന് കിട്ടും ആസ് n tends to infinity. അപ്പോൾ σ⁴ σ⁴ എന്തായിരിക്കും, that is equal to 0. that is variance of s²
ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ ഷെബീഷ്യസ് ഇനിക്വാളിറ്റിയിൽ ഇത് കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 മൈനസ് വേരിയൻസ് ഓഫ് എ സ്ക്വയർ ബൈ എപ്സിലോൺ സ്ക്വയർ എയർ അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഹെൻസ് നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ താഴെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, റിമെമ്പർ ദി സാമ്പിൾ വേരിയൻറ്റ് ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, എന്താണ് സാമ്പിൾ വേരിയൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞു സാമ്പിൾ വേരിയൻസ് ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷേ എന്താണ്, ഒരു സാമ്പിൾ വേരിയൻസ് എന്തായിരിക്കും? സാമ്പിൾ വേരിയൻസ് ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ വേരിയൻസ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു അൺബയാസ്ഡ് സാമ്പിൾ വേരിയൻസ് ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഇനി നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി പഠിക്കുന്നത് ഇൻവാരിയൻസ് പ്രോപ്പർട്ടി ഓഫ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇഫ് ടി എൻ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആൻഡ് ജി ഓഫ് തീറ്റ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ജി ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ടി എൻ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് തീറ്റൻ്റെ. ദെൻ ജി ഓഫ് ടി എൻ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ജി ഓഫ് തീറ്റ. അങ്ങനെയാണ് ജി ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, തീറ്റൻ്റെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടി എന്നിൻ്റെ ഒരു ഫംഗ്ഷൻ ജി ഓഫ് ടി എൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. എന്തിൻ്റെ? ജി ഓഫ് തീറ്റേൻ്റെ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. പക്ഷേ ഇതൊരിക്കലും എന്താണ്, ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബിക്കോസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു തീറ്റ ഡസ് നോട്ട് ജനറലി ഇംപ്ലൈ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് ടി എൻ ഈസ് ഈക്വൽ ടു ജി തീറ്റ അൺലെസ് ജി ഓഫ് തീറ്റ ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഇത് എന്താ പറയുക, അൺബയാസ്ഡ്നെസ്സിന് ഈ ഒരു സംഭവം ഇല്ല. കാരണം എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു തീറ്റയാണ്. പക്ഷേ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് ടി എൻ എന്ന് പറയുന്നത് ജി ഓഫ് തീറ്റ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു കേസിൽ പറയാം, എപ്പോഴാണ് ജി ഓഫ് തീറ്റ ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആകുമ്പോൾ പറ്റും, പക്ഷേ അല്ലാത്ത കേസിലൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇൻവാരിയൻസ് പ്രോപ്പർട്ടി അൺബയാസ്ഡ്നെസ് ഇല്ല. ഇതിൽ ഏതിലാണുള്ളത്? കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്ററിലേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.